ദൈവത്തിന്റെ വചനവുമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽപ്പാൻ ഈ പ്ലാറ്റ്ഫോം എനിക്ക് ദൈവം എന്റെ ജീവിതത്തിൽ നൽകിയതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഒരു യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്തും എന്നെ വിളിച്ചു വേർതിരിച്ച് ദൈവത്തിന്റെ വചനവുമായി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്താൻ ദൈവം എന്നെ സഹായിച്ചതിനായി നന്ദി പറയുന്നു. എബിൻ ബ്രദർ എന്നോട് മെസ്സേജ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ യെസ് പറഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ ദൈവത്തോട് ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ ആലോചന ഒന്നും പറയാൻ ദൈവം അനുവദിക്കരുത്, എനിക്ക് വ്യക്തമായിട്ട് ജനത്തോട് സംസാരിക്കേണ്ടത് എന്താണെന്ന് വെളിപ്പെടുത്തി തരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം എനിക്ക് എന്നെ ഒരു ആലോചന എന്നെ ഏൽപ്പിച്ചു. അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് ഞാനൊരു വചനഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 12-ാം വാക്യം. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ആമേൻ. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ബലവാനായ കർത്താവേ, അപ്പൊ അടിയൻ കർത്താവിന്റെ വചനവുമായി ജനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവമേ, വേണ്ടുമെണ്ണം ഞാൻ സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് എന്റെ കർത്താവ് എന്റെ നാവിനുമേൽ തരണം. അപ്പൊ ഹാലയിലോ പ്രാഗൽഭ്യത്തോടെ അങ്ങയുടെ വചനത്തിന്റെ മർമ്മം ജനത്തെ അറിയിപ്പാൻ കർത്താവിനെ സഹായിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രവിക്കുന്ന ഓരോരുത്തരും കർത്താവ് ഒരു ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടവരുത്തുമാറാണ്. പ്രാർത്ഥനയാചനം കേട്ട കൃപകൾക്കായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടി ഞാൻ വചനം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം മാത്യു 3:12. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ആമേൻ. ഈ വചനം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ ഇതിലുള്ള കുറച്ച് വാക്കുകളിലൂടെയാണ് ദൈവം എന്നോട് സംസാരിച്ചത്. വീശുമുറം, ഈ വചനം വളരെ പരിചയമായിട്ടുള്ള ഒരു ഭാഗമാണ്, എല്ലാവർക്കും അറിയാം. പലരും ഇതിൽ നിന്ന് ഒരുപാട് മെസ്സേജുകളെല്ലാം കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞ ഒരു കൊച്ചാലോചന ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. വീശുമുറം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒത്തിരി അങ്കിളുമാരെല്ലാം ഉണ്ട്. അവരുടെ കൊച്ചുകാലത്തിൽ അവര് പാടത്ത് കറ്റ കൊയ്ത് അത് മെതിച്ച് അത് പാറ്റുന്നതെല്ലാം അവർക്ക് അത് കണ്ടു പരിചയമുണ്ട്. അപ്പൊ എന്റെയൊക്കെ ജനറേഷനിലാണെങ്കിൽ വീശുമുറം എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ വീട്ടിലുള്ള ഒരു മുറമാണ്. അതിൽ ഗോതമ്പ് പാറ്റുന്നതും അരി പാറ്റുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന മുറമാണ്. നമ്മൾ ഈ മുറം ഉണ്ടാക്കാനായിട്ട് പണ്ടത്തെ കാലത്ത് ഇപ്പോഴും മുളയുടെ ചീളുകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഇപ്പൊ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. ആമേൻ. ഈ മുളയുടെ ചീളുകള് പച്ചമുള വെട്ടിയെടുത്ത്, ആമേൻ, അതിൽ നിന്ന് ചെറിയ ചെറിയ ചീളുകളാക്കി എടുത്ത് അത് ഉണക്കി അത് നെയ്തെടുത്തിട്ടാണ് ഈ വീശുമുറ ഉണ്ടാക്കുന്നത്. ആമേൻ, സ്തോത്രം. അത് നെയ്തെടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഉണങ്ങിയ ചീളുകള് ചേർത്ത് വെച്ചാണ് നെയ്യുന്നത്. അതിനൊരു ഗ്യാപ്പ് ഉണ്ടാവത്തില്ല. അതെന്തിനാണെന്ന് അറിയാവോ? അതിന്റെ സർഫേസ്, അതായത് ഒരു പ്ലാറ്റ്ഫോം നമുക്ക് പാറ്റുന്നതിനുള്ള പ്ലാറ്റ്ഫോം ഭയങ്കര ഹാർഡായിട്ട് കിട്ടണം. എന്നാലേ അതിൽ ധാന്യമിട്ട് നമ്മൾ പാറ്റുമ്പോൾ അതിൽ നിന്ന് പതിര് പറഞ്ഞ് മാറത്തേയുള്ളൂ. ആമേൻ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ചെറിയ ചെറിയ നമ്മൾ കാണുമ്പോൾ പച്ചയായിട്ടുള്ള മുള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുളകള് ഒക്കെയാണ്. പക്ഷെ അത് ചിലപ്പോ ഈ ചീളുകളാക്കി നമ്മൾ അത് നെയ്ത് എടുക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങളായിരിക്കാം, ചില ജോലി മേഖലകളായിരിക്കാം, നമ്മുടെ തലമുറകളായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയിരിക്കാം. ഓരോ ചീളുകള് നമ്മുടെ ജീവിതത്തിൽ വന്ന് അത് പഴകും തോറും, അത് ഉണങ്ങുമ്പോൾ അതിന്റെ മുളയുടെ പച്ചമുള ഉണങ്ങി കഴിയുമ്പോൾ അതിന്റെ സോഫ്റ്റ്നെസ് എല്ലാം മാറി അത് ഭയങ്കര ഹാർഡ് ആവുന്നു. ആ ഹാർഡ് ആയിട്ടുള്ള ചീളുകൾ ചേർത്ത് വെച്ചിട്ടാണ് ഹാർഡ് ആയിട്ടുള്ള സർഫേസ് നമുക്ക് പാറ്റാനുള്ളത് മുറം നമുക്ക് ഉണ്ടാക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ദൈവം പാറ്റുന്നതും ഇതുപോലെയുള്ള ഓരോരോ പ്രയാസങ്ങളിലുള്ള ചീളുകൾ കൊണ്ടാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് ദൈവം നമുക്ക് തരുന്ന സർഫേസ്. ആമേൻ, സ്തോത്രം. ഇത് ഹാർഡ് ആവും തോറും നമുക്ക് പ്രയാസം കൂടി വരും, അല്ലെ? നമ്മള് പലപ്പോഴും ചിന്തിക്കും, ദൈവമേ, ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്തു നിന്നിട്ടും ദൈവത്തെ സേവിച്ചിട്ടും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും എന്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞു ഒന്ന്. ഇപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഈ ചീളുകൾ അടുക്കി വെച്ച് നെയ്യുമ്പോൾ അതിനുള്ളിൽ ഒരു ഗ്യാപ്പ് ഇല്ലാതെയാണ് മുറം നെയ്തെടുക്കുന്നത്. ആ ഗ്യാപ്പ് ഇല്ലാതിരിക്കുന്നത് എന്തിനാണ്? ആ ധാന്യം പുറത്തു പോവരുത്, ആ ഗ്യാപ്പിനുള്ളിൽ സ്റ്റക്കായി നിൽക്കരുത്, ആ മുറത്തിൽ തന്നെ കിടക്കണം. ആമേൻ. ആ ഒരു ഹാർഡ്നെസ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മളും ദൈവത്തോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ദൈവമേ എന്റെ ലൈഫിൽ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്ന്, ഒരു ഗ്യാപ്പ് ഇല്ലാതെ 1 by 1 ആയിട്ട് ഓരോരോ പ്രയാസങ്ങൾ വരുന്നത്? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ സന്തോഷിക്കേണ്ട ഒരു അവസരമാണ്. കാരണം വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്.
അതായത് ദൈവം നമ്മളെ കളപ്പുരയിലോട്ട് പാറ്റി ശേഖരിക്കുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആമേൻ, സ്തോത്രം. നമ്മൾ ദൈവത്തോട് അടുത്തു നിന്നിട്ടും ദൈവത്തെ സ്നേഹിച്ചിട്ടും ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിച്ചിട്ടും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വിട്ടുമാറാതെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടന്നു വരുന്നുവെങ്കിൽ നമ്മൾ അതിൽ പിറുപിറുക്കല്ല ചെയ്യേണ്ടത്, നമ്മൾ അതിൽ സന്തോഷിക്കണം. ആമേൻ. എന്തുകൊണ്ടാ? നമ്മൾ ആ കളപ്പുരയിലോട്ട് നമ്മളെ ദൈവം ചേർത്തുകൊണ്ടിരിക്കുക, പാറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആത്മീയ ജീവിതം ആ ഹാർഡ് ആയിട്ടുള്ള സർഫേസിൽ ഇട്ടുകൊണ്ട് നമ്മളെ പാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ സമയത്ത് നമ്മൾ ദൈവത്തോട് കൂടുതൽ നിൽക്കണം. നമ്മുടെ വിശ്വാസമാണ് അവിടെ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ആമേൻ. ഞാൻ എൻ്റെ ഒരു കൊച്ചൊരു സാക്ഷ്യം പറയാം. ഞാൻ 2014 2014 ഞാൻ സ്നാനപ്പെടുന്നത്. 2015 ഞങ്ങൾ കുടുംബമായിട്ട് ഒരു ദൂത് കേൾക്കുന്നത് ഞങ്ങളെ കാനഡയിലോട്ട് ദൈവം കൊണ്ടുവരും എന്ന്. അതുവരെ ഞങ്ങൾ കാനഡയെ കുറിച്ച് ചിന്തിക്കുകയോ ഈ രാജ്യത്തോട്ട് കടന്നു വരുന്ന ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്യാതെ ഇരുന്ന ഒരു സമയമാണ്. ആ ഒരു ദൂത് കേട്ട് ഞാനാണെങ്കിൽ അത് ഞങ്ങൾ ഏറ്റെടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ ഇവിടെ കടന്നു വന്നത് 2021 ദൈവത്തിന് 2015 ദൂത് പറഞ്ഞിട്ട് വാഗ്ദത്തം തന്നിട്ട് അടുത്ത വർഷം ഞങ്ങളെ ഇവിടെ കൊണ്ടുവരാമായിരുന്നു. അത് ദൈവത്തിന് കഴിയാത്ത കാര്യമല്ല. പക്ഷേ ആ ഒരു ടൈം പീരീഡ്, അതായത് 2015 മുതൽ 2021 വരെയുള്ള ഒരു ടൈം പീരീഡിലൂടെ ദൈവം ഞങ്ങളെ കടത്തിവിട്ടപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നുപോയി. 1 by 1 ആയിട്ട് ഞങ്ങൾക്ക് നിന്ദയും പരിഹാസവും ദുഃഖവും ദുരിതവും ഭാരവും താങ്ങാൻ പറ്റാത്ത ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നുപോയി. അപ്പോഴൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ദൈവമേ ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? നീ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ട് നീ ബോഷ്ക്ക് പറയുന്നവനല്ല, എന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവമേ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എൻ്റെ ആ ഒരു ആത്മീയ ജീവിതത്തിന്റെ ബലഹീനത കൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ 2014 സ്നാനപ്പെട്ട് എങ്കിലും സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പറയുന്നത് എന്താണ്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. ആമേൻ. പക്ഷെ ഞാൻ പുതുതായിട്ടില്ലായിരുന്നു. എന്റെ പഴയത് പലതും അവിടെ കിടക്കുമായിരുന്നു. ആമേൻ. അത് ദൈവത്തിന് അറിയാം. പക്ഷെ ഈ വർഷങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോഴാണ് ആ പുതുതാവേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എന്നെ ശോധന ചെയ്ത് മനസ്സിലാക്കി. ദൈവം എന്നെ അഭിഷേകത്താൽ നിറച്ച്, കൃപാവരങ്ങളാൽ നിറച്ച്, എന്നെ ബോൾഡാക്കി, ആത്മീയ ജീവിതത്തിൽ പാല് കുടിച്ചുകൊണ്ടിരുന്ന എന്നെ അതിൽ നിന്ന് മാറ്റി ദൈവത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ എന്നെ അതുപോലെ ബോൾഡാക്കിയതിന് ശേഷമാണ് എന്നെ ദൈവം ഇങ്ങോട്ട് അയച്ചത്. ഒരുപക്ഷെ ഞാൻ ആ സമയത്ത് ഇതിനു മുന്നേ വന്നിരുന്നുവെങ്കിൽ എന്റെ ആത്മീയ ജീവിതമോ എന്റെ കുടുംബ ജീവിതമോ ഒരുപക്ഷെ ഞാൻ ഈ ആത്മീയ ജീവിതത്തിൽ തന്നെ ഓടിപ്പോവേണ്ട ഒരു അവസ്ഥയൊക്കെ ലൈഫിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ആമേൻ. അതുപോലെയാണ് നമ്മൾ ലൈഫിലോട്ട് ഞാനിതിപ്പോ പറയാൻ കാരണം, ചില സംഭവങ്ങൾ നമ്മളോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ഇതെന്താ ദൈവമേ എന്നെ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ കടന്നു വരുന്നതെന്ന്. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളൊന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, അന്ന് ഞാൻ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ആത്മീയ നന്മ, ഈ ഭൗതിക നന്മ എനിക്ക് അനുഭവിക്കാൻ പറ്റത്തില്ലായിരുന്നു. ദൈവം എല്ലാം അറിയുന്നവനാണ്. ദൈവത്തിന് നമ്മുടെ ബലഹീനത അറിയാം, ദൈവത്തിന് നമ്മുടെ പ്രയാസങ്ങൾ അറിയാം. അതാ വചനം പറയുന്നത്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത കഷ്ടത ദൈവം തരത്തില്ല. ആ കഷ്ടത അങ്ങ് അറ്റമെത്തുമ്പോൾ ദൈവത്തിന് അറിയാം എവിടെ ട്രാക്ക് റെഡിയാക്കണമെന്ന്. ഞങ്ങളെ ദൈവം യോർദാനും പോലെയുള്ളതും ഞങ്ങളുടെ യെരിഹോ മതില് പോലെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങൾ മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ തക്ക സമയമായപ്പോൾ ദൈവം ചെങ്കടലിൽ വിഭാഗിച്ച് ഇസ്രായേൽ മക്കളെ നടത്തിയതുപോലെ ഞങ്ങളെ നടത്തിയാണ് ഇവിടെ കൊണ്ടെത്തിച്ചത്. ഇപ്പോഴും ഞങ്ങൾക്ക് അത്ഭുതമാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ. അത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാ. ആ ഒരു മുറത്തിൽ നമ്മളെ പാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ആ മുറത്തിൽ പാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിശ്വാസം വിട്ട് കളയാതെ പിടിച്ചു നിൽക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. വീശുമുറം നമുക്ക് വേണ്ടി ദൈവം വീശുമുറം ഒരുക്കുമ്പോൾ, അത്രയും ഹാർഡ് ആയിട്ടുള്ള സർഫേസുകൾ നമുക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ, നമ്മൾ അതിനെ നോക്കി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് എന്ത് വന്നാലും, ചിലപ്പോ 100% നമ്മുടെ മുമ്പിൽ പ്രതികൂലമായിരിക്കാം, എങ്കിലും യഹോവ എന്നെ കരുതും എന്നുള്ള വിശ്വാസത്തോടെ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതം ആ സർഫേസിൽ നമ്മൾ ബാലൻസ് ചെയ്യണം. ആമേൻ, ഹല്ലേലൂയ. ഈ വിഷുമുറത്തിന്റെ എഡ്ജസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, എഡ്ജസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മുറത്തിന്റെ ഒക്കെ എഡ്ജസ് നമ്മൾക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അതുപോലെയാണ് അവർ നെയ്തെടുക്കുന്നത്. ബാക്കി ഇങ്ങനെ കുഴിഞ്ഞും ഇവിടെ ഇങ്ങനെ പിടിക്കാവുന്ന രീതിയിൽ അത് ഹോൾഡ് ചെയ്യുന്നത് 2 കൈ കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ പാറ്റുന്നത്. ആമേൻ.
കർത്താവിന്റെ 2 കരങ്ങളുടെ കൺട്രോളിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ വീശുമുറത്തില് പാറ്റിക്കൊണ്ടിരുന്നാലും, ആമേൻ സ്തോത്രം, നമ്മളുടെ ധാന്യം, നമ്മൾ ധാന്യമാവുന്ന നമ്മളെ ദൈവം അതിലിട്ട് പാറ്റിക്കൊണ്ടിരുന്നാലും കർത്താവിനൊരു കൺട്രോൾ ഉണ്ട്. ആ കൺട്രോള് എന്താണെന്ന് ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? ഈ മുറത്തിൽ നിന്ന് നമ്മൾ പുറത്ത് ചാടി പോവരുത്. ആമേൻ. അതിൽ നിന്ന് പക്ഷേ മുറത്തിൽ നിന്ന് ചാടി നമ്മൾ പോവരുത്, പക്ഷെ നമ്മുടെ പതിര് മാറി പോകണം. ആമേൻ. ആ പതിര് മാറി നമ്മൾ നല്ല ധാന്യമായിട്ട് മാത്രം ആ മുറത്തിൽ കിടക്കണം. ആമേൻ. അതാണ് ദൈവം, ആ പാറ്റുന്ന ആള്, ആ യജമാനൻ ആഗ്രഹിക്കുന്നതാണ്. ഈ മുറത്തിൽ നിന്ന് ചാടിപ്പോകുന്നത് എപ്പോഴാണെന്നറിയാവോ? ഈ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോ നമ്മള് ചില സമയത്ത് ഞാൻ ചില വ്യക്തികളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്, വചനം നമുക്ക് പ്രാർത്ഥിക്കാനും വായിക്കാനും സുവിശേഷം അറിയിക്കാനും പ്രസംഗിക്കാനും ഒക്കെയുള്ള ഒരു കാര്യം മാത്രം. പക്ഷെ നമ്മുടെ ലൈഫില് നമ്മള് ഡയറക്റ്റ് വരുമ്പോ ഈ വചനം കൊണ്ട് നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത് നമ്മളേതായ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്താലേ കാര്യങ്ങൾ മുൻപോട്ട് പോകത്തേ ഉള്ളൂ എന്ന് പറയുന്ന പല വ്യക്തികളെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരാണ് ഈ മുറത്തിൽ നിന്ന് ചാടിപ്പോകുന്നത്. ആമേൻ. ആ ഒരു മനോഭാവത്തോടു കൂടിയല്ല നമ്മുടെ ആത്മീയജീവിതം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നുവെങ്കിൽ എന്തെല്ലാം കഷ്ടതയിൽ കൂടെ നമ്മൾ കടന്നു പോയാലും ദൈവത്തിന്റെ ഒരു കൺട്രോളിലാണ് നമ്മളെങ്കിൽ, നമ്മൾക്ക് അത് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നിലും പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. ആ സമയത്ത് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. അങ്ങനെ വിശ്വാസവും പ്രത്യാശയും നമ്മൾ മുറുകെ പിടിച്ചാലേ നമുക്ക് പൗലോസ് പറഞ്ഞതുപോലെ അവസാനം പറയാൻ പറ്റത്തുള്ളൂ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ആമേൻ. പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർ ആരാണ്? ഒരു രോഗം വരുമ്പോ, കഷ്ടത വരുമ്പോ, കണ്ണുനീരും ഞെരക്കവും വരുമ്പോ കളയാനുള്ള പ്രിയമല്ല പൗലോസ് പറഞ്ഞ പ്രിയം. ആ പ്രിയം എന്ന് പറയുന്നത് എന്തെല്ലാം വന്നാലും എന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം വിശ്വസ്തൻ എന്ന് ആത്മാർത്ഥമായിട്ട് അന്ധമായിട്ട് വിശ്വസിക്കണം. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ആമേൻ സ്തോത്രം. ആ വിശ്വാസം നമുക്ക് വേണം. മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നിൽ സാഹചര്യങ്ങൾ 100% നമുക്ക് പ്രതികൂലമായിട്ട് വന്നാലും നമ്മൾ വിശ്വസിക്കണം, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. നമ്മളപ്പോ നമ്മൾ ആശ്രയം വെക്കേണ്ടത് എന്തിലാണ്? ദൈവത്തിന്റെ അമിതമായ ബലത്തിൽ. എഫേസ്യൻസ് 6:10 പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേ. ആമേൻ. ആ ബലത്തിന് കീഴിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. ആ 2 കരങ്ങളുടെ കൺട്രോളിലാണ് നമ്മൾ ഇരിക്കുന്നത്. പാറ്റുമ്പോ ഒരുപക്ഷെ മുറം പാറ്റുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിലിട്ട് പാറ്റുമ്പോ ചിലപ്പോൾ അത് മാറിപ്പോവാനായിട്ട് ചെരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോഴേയും അത് ലെവലാക്കും. അത് ദൈവത്തിന് അറിയാം നമ്മൾ എവിടം വരെ പോവും എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അറിയാം. നമുക്ക് സഹിക്കാൻ കഴിയാത്തതായ കഷ്ടത ദൈവം തരത്തില്ല എന്നാണ് വചനത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ഇനി ഈ പതിര് മുറത്തിൽ നിന്ന് പുറത്തു പോകുന്നത് എങ്ങനെയാണെന്നറിയാവോ? പതിര് നമ്മൾ ധാന്യത്തിൽ നിന്ന് പതിര് 2ആയിട്ട് വിട്ട് അത് മുറത്തിൽ തന്നെ കിടക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, ഇതാ പഴയത് കഴിഞ്ഞു പോയി, അത് പുതിയതായി തീരുന്നു. പക്ഷെ പലരും പുതിയതാവുന്നില്ല. ആമേൻ. അതാണ് മുറത്തില് പതിരും ധാന്യവും 2 പക്ഷെ എന്നാലും പതിര മുറത്തിൽ തന്നെ കിടക്കുക. ആമേൻ. പക്ഷെ ഈ പതിരിനെ മുഴുവനായിട്ട് ആ മുറത്തിൽ നിന്ന് മാറ്റി ആ ഗോതമ്പ് മാത്രമാക്കണം. ഈ പതിര് ഗോതമ്പിൽ നിന്ന് തിരിഞ്ഞു മാറുമ്പോഴാണ് ഗോതമ്പിന്റെ യഥാർത്ഥ കളറ്, ഗുണം, അതിന്റെ ക്വാളിറ്റി എല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. പതിരിയ്ക്കുമ്പോ അത് ജസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പതിര് വെച്ച് ആരെങ്കിലും ഗോതമ്പ് പൊടിക്കോ? ഇല്ല. അത് ഉപയോഗിക്കോ? ഇല്ല, പറ്റത്തില്ല. ആ പതിര് മാറി കഴിയുമ്പോഴാണ് ഗോതമ്പിന്റെ കളർ, നല്ല ഭംഗിയുള്ള കളറും അതിന്റെ ഗുണവും അതിന്റെ ഗ്ലോയും എല്ലാം പുറത്തു വരുന്നത്. അതുപോലെയാണ് നമ്മളിലുള്ള പതിരിനെ ദൈവം എടുത്ത് മാറ്റുമ്പോഴാണ് ദൈവത്തിന് പ്രയോജനമുള്ളവരായി നമ്മളുടെ ഉള്ളിലുള്ള ഗുണങ്ങൾ എല്ലാം വെളിപ്പെട്ട് വരുന്നത്. അത് ആരെ വെളിപ്പെടുത്തുന്നത്? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മൾ ഈ മുറം പാറ്റുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, മുറം ഇങ്ങനെ പാറ്റുമ്പോ ആ ധാന്യം മേളിലോട്ട് പോകും അല്ലെ? മേളിലോട്ട് പോയി പിന്നെ വീണ്ടും താഴെ വരും, മേളിലോട്ട് പോകും. ഒരു പ്രാവശ്യം പാറ്റി കഴിയുമ്പോൾ പതിര് മാറത്തില്ല. പല പ്രാവശ്യം പാറ്റുമ്പോൾ ആ പാറ്റുന്ന ഫോഴ്സിൽ, ആ പാറ്റുന്നത് ആരാണ്? ദൈവം. ദൈവം പാറ്റുമ്പോൾ ആ ഉണ്ടാകുന്ന ഫോഴ്സിൽ ഒരു കാറ്റുണ്ട്. അത് കർത്താവിന്റെ ശക്തിയാൽ ഉണ്ടാകുന്ന കാറ്റാണ്. അതാണ് നമ്മുടെ പരിശുദ്ധാത്മാവ്. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള പതിരിനെ എടുത്ത് മാറ്റി അത് പറപ്പിച്ചു കളയണം. അത് പറപ്പിച്ചു കളഞ്ഞ് പൂർണ്ണമായും ആ വീശുമുറത്തിൽ നിന്നെടുത്ത് മാറ്റി വീശുമുറത്തിൽ നമ്മൾ ക്വാളിറ്റിയുള്ള, ഗുണമേന്മയുള്ള നല്ല ധാന്യമായിട്ട് മുറത്തിൽ അവശേഷിക്കണം. ആ ധാന്യത്തെയാണ് ദൈവം കളപ്പുരയിലോട്ട് ശേഖരിക്കുന്നത്. ആമേൻ സ്തോത്രം. അതുകൊണ്ട്
ഈ ദിവസങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ വേണം നടക്കാനായിട്ട്. നമ്മള് ഇവിടെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പല വിഷയങ്ങളുണ്ട്. നമുക്ക് രോഗം മാറണം, PR കിട്ടണം, വർക്ക് പെർമിറ്റ്, കാറ് വാങ്ങിക്കണം, വീട് വാങ്ങിക്കണം, നമ്മുടെ ഭൗതികമായ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം മുമ്പിൽ നിൽക്കേണ്ടത് നമ്മുടെ നിത്യതയാണ്. നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം നമ്മുടെ ഓരോ ദിവസത്തെയും ഓരോ നിമിഷവും നമ്മൾ മുന്നേറും. നമ്മുടെ അത് എല്ലാ മേഖലകളിലും ആ നിത്യതയുടെ ലക്ഷ്യം വെളിപ്പെട്ട് വരണം. അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും നമ്മുടെ ജോലി മേഖലകളിലും എന്തിലും ആ നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. നിത്യതയ്ക്ക് തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാറ്റിനെയും മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അറിഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളും വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും എല്ലാം അനുഭവിച്ച് മുന്നേറുമ്പോഴാണ് ആത്മീയ ജീവിതം നമുക്ക് ശക്തിയോടെ മുന്നേറാൻ സാധിക്കത്തുള്ളൂ. റോമൻസ് 8:9 പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. ആമേൻ. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും അഭിഷേകത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം അവരുടെ മേൽ ദൈവത്തിന്റെ കൃപാവരങ്ങളെ ചൊരിയട്ടെ. നമ്മുടെ അഭിഷേകത്തിന് തടസ്സമായി നിൽക്കുന്ന ഓരോ പ്രയാസങ്ങൾ എന്താണെന്ന് നമുക്ക് ഒരു സ്ക്രീനിൽ തെളിയിച്ചു തരുന്നത് പോലെ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ, നമ്മൾ ആത്മാവിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുമ്പോൾ എത്രയധികം നമുക്ക് തരുമെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലെ? നമുക്ക് അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ തരാൻ ശക്തനാണ് ദൈവം. പക്ഷെ അതിന് നമ്മുടെ സമർപ്പണമാണ് ദൈവം ചോദിക്കുന്നത്. നമ്മളുടെ ദാഹം മാന്നീർ തോടിനായി കാംക്ഷിക്കുന്നത് പോലെയുള്ള ഒരു ദാഹം നമുക്ക് വേണം. എങ്കിലേ അഭിഷേകവും നമുക്ക് കൃപാവരങ്ങളും ലഭിക്കത്തുള്ളൂ. ഈ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഈ അന്ത്യകാലത്ത് നമുക്ക് അത്യാവശ്യമാണ്. എന്തിനാണ്? എഫേസ്യൻസ് 6:11 പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ആമേൻ, സ്തോത്രം. നിങ്ങൾ വചനത്തിൽ പറയുന്ന എങ്ങനെയാ? നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. ആമേൻ. നമ്മളെ നിത്യതയിൽ നിന്ന് നമ്മളെ കളയുക എന്ന ഏക ലക്ഷ്യമാണ് പിശാചിനുള്ളത്. നമ്മളുടെ വീട് വാങ്ങിക്കുന്നത് തടസ്സം വെക്കണമെന്നോ, നമ്മുടെ കാറ് വാങ്ങിക്കുന്നതിന് തടസ്സം വെക്കുന്നതിനോ, RN ജോലിക്ക് ലൈസൻസ് കിട്ടണതിന് തടസ്സം വെക്കണോ, അതൊന്നും പിശാചിനെ ബാധിക്കുന്ന കാര്യമില്ല. അവിടെയെല്ലാം പിശാച് ലക്ഷ്യമിടും. അതിലെല്ലാം പിശാച് തൊടുമ്പോൾ അവന്റെ ലക്ഷ്യം ഒന്നാണ്, നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോകണം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, കഷ്ടത വരുമ്പോ, ദുരിതം വരുമ്പോ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പോരാട്ടം കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ത്യജിച്ചു കളയണം. അതായത് നിത്യത നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകണം. ആ ഒരു ഉദ്ദേശമാണ് പിശാചിനുള്ളത്. ആ ഒരു തന്ത്രത്തെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ആരുടെ ഗൈഡൻസ് വേണം? പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് വേണം. ആമേൻ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മുറത്തിൽ നിന്ന് പുറത്തു പോവാൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. ആമേൻ, 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 സ്തോത്രം. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി. ആ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി. എന്താണ് കളം? പണ്ട് എനിക്ക് തോന്നുന്നു അങ്കിൾമാർക്കൊക്കെ അറിയാം. ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയയിൽ തന്നെ ഒരു സ്ക്വയറൊക്കെ ഷേപ്പിലൊക്കെ ഒരു കറക്റ്റ് കുറച്ച് പ്ലേസ് കളവായിട്ട് അവർ മാറ്റി വെക്കും. എന്തിനാ പറയാ? ആ കളത്തിലാണ് കറ്റകളെല്ലാം കൊണ്ടിട്ട് അവിടെ തന്നെ നിന്നാണ് പാറ്റുന്നത്. പാറ്റി കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ പതിരെല്ലാം പറന്നു പോയി അത് വീഴുന്നത് ആ കളത്തിൽ തന്നെയാണ് വീഴുന്നത്, അല്ലെ? ആ കളത്തി വീഴുമ്പോ അത് എളുപ്പമാണ്, അത് കൂട്ടിയിട്ട് കത്തിക്കാനായിട്ട് എളുപ്പമാണ്. ആമേൻ, സ്തോത്രം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മള് സ്വയമേ ചിന്തിക്കണം. ആമേൻ, സ്തോത്രം. മുറത്തിൽ നിന്ന് ചാടിപ്പോയ ധാന്യം ഈ പതിരിനോട് കൂടെ കളത്തിൽ വീണ് കിടക്കുമ്പോൾ അത് വളരെ ചുരുക്കമായിരിക്കും. ഇങ്ങനെ കുന്നുകൂടി പതിര് കിടക്കുമ്പോൾ അതിന്റെ ഇടയിൽ അവിടെ ഇവിടെയും ധാന്യം വീണ് കിടന്നാൽ ആ ഒരു ധാന്യത്തെ പറക്കി നമുക്ക് വീണ്ടും അത് മുറത്തിലിട്ട് പാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പോകുന്ന ധാന്യങ്ങളെല്ലാം അതിന്റെ കൂടെ ഇട്ട് അങ്ങ് കത്തിക്കുക ചെയ്യുന്നത്. ആമേൻ, സ്തോത്രം. അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ മുറത്തിൽ തന്നെ കിടക്കണോ, അതോ പതിരിന്റെ കൂടെ കത്തിക്കുമ്പോൾ ആ കത്തിക്കുന്ന തീയോട് കൂടെ നമ്മൾ ചേരണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആമേൻ. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി നമ്മളെ വിശുദ്ധിയും വേർപാടോടെ വിളിച്ചു വേർതിരിച്ച് നമ്മളെ വിശുദ്ധ ജീവിതം നയിച്ച്, മറ്റുള്ള ജാതികളെ പോലെ അല്ലാതെ നമ്മളെ വിശുദ്ധ ജീവിതം നയിപ്പിച്ച് നമ്മളെ വൃത്തിയാക്കി, നമ്മളെ വെടിപ്പാക്കി ആ കളപ്പുരയിലോട്ട് നമ്മളെ കയറ്റുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്നാണ്? ദൈവത്തിന്റെ രാജ്യത്തിന് നമ്മളെ കളപ്പുര എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്? സഭയാണ്. ആ കാന്തയാ മണവാട്ടിയായ സഭ.
നമ്മളെ അതിനുവേണ്ടി ഒരുക്കുക ദൈവം, അല്ലെ? ഈ പാറ്റുന്നതും കളത്തെ വൃത്തിയാക്കുന്നതും എല്ലാം ചെയ്യുന്നതും ആ കാന്തയാം മണവാട്ടിയായ സഭയിലോട്ട് നമ്മളെ ഒരുക്കി ദൈവത്തിന്റെ വരവിങ്കൽ നമ്മള് എണ്ണ കരുതിയിരിക്കുന്ന കന്യകമാരെ പോലെ നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം. ഈ ദിവസങ്ങളിലെല്ലാം അതിനു വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. ഞാൻ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എല്ലാ സൺഡേയും ചർച്ചിൽ പോകുന്നു, ആരാധിക്കുന്നു, മീറ്റിങ്ങിന് പോകുന്നു, ഞാൻ ദശാംശം കൊടുക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്ന, വിശ്വാസികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവമായിട്ടുള്ള ഒരു കണക്ഷൻ അത് കറക്റ്റ് ആയിട്ടാണോ പോകുന്നത്? ആ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ, ആ ഒരു വിശ്വാസ ജീവിതത്തിൽ പിന്നെ വിശ്വാസി എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം ആ മുറത്തിൽ നിന്ന് എപ്പോ വേണമെങ്കിലും, അങ്ങനെ ജീവിക്കുന്നവർക്ക് മുറത്തിൽ നിന്ന് എപ്പോ വേണമെങ്കിലും ചാടിപ്പോയി ആ പതിരിൽ പെട്ടുപോയാൽ, അതിനുള്ളിലോട്ട് ആ കൂന് കൂടിയിരിക്കുന്ന പതിരിനകത്തോട്ട് പെട്ടുപോയാൽ പിന്നെ ആ തീയിലിട്ട് ചുട്ടുകളയത്തേ ഉള്ളൂ. നമുക്ക് ആ ഒരു തീ വേണോ അതോ നമ്മളെ കളപ്പുര വേണോ എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ടതാകുന്നു. ആമേൻ, സ്തോത്രം. ഇനി കളപ്പുരയെ കുറിച്ച് പറയുന്നത് എല്ലാം ചേർത്ത് വെച്ചിട്ട് എല്ലാം ഭംഗിയാക്കി, അതായത് പതിര് അതിൽ നിന്ന് പുറത്തു പോയി എന്ന് വ്യക്തമായി നല്ല ക്വാളിറ്റിയുള്ള ധാന്യം മാത്രമാണ് കളപ്പുരയിൽ ശേഖരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ആ ക്വാളിറ്റിയോട് കൂടിയുള്ള ധാന്യത്തെ കളപ്പുരയിൽ ശേഖരിച്ചിട്ട് ഈ കളപ്പുരയുടെ വാതിൽ അങ്ങ് അടയ്ക്കും. ആ വാതിലിന്റെ ചാവി, താക്കോൽ ആരുടെ കയ്യിലാണെന്നറിയോ? അതിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ. ആമേൻ. ആ ഉടമസ്ഥന്റെ കയ്യില് താക്കോൽ വെച്ച് ഈ കളപ്പുര അടച്ച് ഈ ധാന്യത്തെ മൊത്തം സൂക്ഷിച്ച് അതിനുള്ളിൽ വെക്കുക. പിന്നെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. കാരണം കളപ്പുര ഭയങ്കര സേഫ് ആണ്. ഈ എലിയും മറ്റേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നാട്ടിലൊക്കെ ഇങ്ങനെ നെല്ലെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന, അതിനകത്തോട്ട് എലിയും അതൊന്നും കയറാതെ അത് ഭയങ്കര പ്രൊട്ടക്ട് ചെയ്ത് ഭയങ്കര സേഫ് ആക്കിയിട്ടാണ് വെക്കുന്നത്. അതിന്റെ കതക് അതുപോലെ സേഫ് ആയിട്ട് അടയ്ക്കും. കാരണം അതിനകത്തോട്ട് ഒന്നും കയറരുത്, ആ ധാന്യം നശിപ്പിച്ച് കളയരുത്. ആ സേഫ് ആയിട്ടുള്ള, അതുപോലെ സേഫ് ആയിട്ട് ദൈവം നമ്മളെ കളപ്പുരയിൽ കയറ്റി ആ വാതിൽ അങ്ങ് അടയ്ക്കും. വാതിൽ അടച്ച് ലോക്ക് ചെയ്ത് ചാവിയിട്ട് പൂട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഒരു സെക്കൻഡേ വൈകിയുള്ളൂ, കർത്താവേ എന്നെയും കൂടെ അതിലോട്ട് അങ്ങ് കയറ്റ് എന്ന് നമ്മൾ പറഞ്ഞാൽ ദൈവം പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ മറുപടി അല്ല നമുക്ക് കേൾക്കേണ്ടത്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ കൊണ്ടുപോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നീതിയുടെ കിരീടം നമ്മൾ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രോസസ്സിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ പതിരെല്ലാം മാറി നല്ല ഗുണവും മേന്മയും ഉള്ള ധാന്യമായി നമ്മളെ കളപ്പുരയിലോട്ട് ശേഖരിച്ച് നമ്മൾ ഒരുങ്ങി നിന്ന് മണവാളൻ വരുമ്പോ മണവാളനെ സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന കന്യകമാരെ പോലെ നമ്മൾ എണ്ണയെല്ലാം കരുതിയിരിക്കണം. ആമേൻ, സ്തോത്രം. അതിന് നമുക്ക് ഈ ദിവസങ്ങളിൽ അഭിഷേകം ആവശ്യമാണ്, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ആവശ്യമാണ്. അതൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. നമ്മുടേതായ രീതിയിൽ ചിന്തിച്ച് മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നല്ലോ ഒരു പ്രവണതയും കൂടെ ഞാൻ കാണുന്നു. അതായത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നല്ലോ, അപ്പൊ എനിക്കും അങ്ങനെ ചെയ്താൽ എന്താ? അവരും വിശ്വാസികളാണ്, അവരും ചർച്ചിൽ വരുന്നു, അവരും മീറ്റിങ്ങുകളെല്ലാം പങ്കെടുക്കുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യേണ്ടതെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നു. പക്ഷേ അവരുടെ രഹസ്യ ജീവിതത്തിൽ, അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അത് ആത്മാർത്ഥതയുണ്ടോ? പരിശുദ്ധാത്മാവുമായുള്ള റിലേഷൻ അത് ആത്മാർത്ഥമായിട്ടാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാതെ നമ്മൾ പോയാൽ നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ ഈ ഓട്ടത്തിൽ നമ്മൾ തോറ്റുപോകും. ആമേൻ, സ്തോത്രം. ആ തോൽവിയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടുന്നത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ഔട്ട്റീച്ച് മിനിസ്ട്രിക്കും ഈ കളപ്പുരയിൽ ചേർക്കാനുള്ള പ്രോസസ്സില് വേലക്കാരാണ്. ആമേൻ. എബനേസർ ഔട്ട്റീച്ച് മിനിസ്ട്രിയും ദൈവം എന്നോട് സംസാരിച്ചത് ഇങ്ങനെയാണ്, വീശുമുറത്തിൽ കയറുന്നതിന് മുന്നേ ഒരു പ്രോസസ്സ് ഉണ്ട്, അതാണ് വെതയും കൊയ്ത്തും. ആമേൻ, സ്തോത്രം. ആ വെതയും കൊയ്ത്തും ഉണ്ടെങ്കിലേ ധാന്യം നമുക്ക് കൊയ്തെടുത്ത് ധാന്യം നമുക്ക് കളക്ട് ചെയ്ത് വീശുമുറത്തിലിട്ട് പതിര് മാറ്റി കളപ്പുരയിൽ ശേഖരിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഈ വെതയും കൊയ്ത്തിനു വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ, ഒരു കൂട്ടം ജനമാണ്, ദൈവത്തിന്റെ വേലക്കാരാണ് ഈ ഔട്ട്റീച്ച് മിനിസ്ട്രി. ആമേൻ, സ്തോത്രം. ആമേൻ. സുവിശേഷമാകുന്ന വിത്ത് നമ്മൾ വിതയ്ക്കുമ്പോൾ അത് എങ്ങനെ, വചനത്തിൽ പറയുന്ന നടുന്നവനും നനയ്ക്കുന്നവനും ഇല്ല,
ആമേൻ. കർത്താവാണ് അതിന്റെ ഫലം പുറപ്പെടുവിക്കുന്നത് അല്ലെ. ദൈവം നമ്മള് അത് കേട്ട് നമ്മൾ ആ വിത്ത് വിതയ്ക്കുക, ദൈവം പറയുമ്പോൾ അത് കൊയ്തെടുക്കുക. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. പക്ഷെ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസോട് കൂടിയാണ്. ആമേൻ, ആമേൻ, സ്തോത്രം. അതുപോലെ അന്ത്യകാല ശുശ്രൂഷയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിനും യാചിപ്പിൻ എന്ന് പറഞ്ഞു. നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കൂടി നമുക്കുണ്ട്. നമ്മൾ ഈ വേല ചെയ്യുന്നതോട് കൂടെ തന്നെ മറ്റുള്ളവരെ, അതായത് അന്ത്യകാല ശുശ്രൂഷയ്ക്കായിട്ട് ഒരു പറ്റം ജനത്തെ ഈ നമ്മൾ കാണുന്ന നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ചർച്ചിൽ നിന്ന്, നമ്മുടെ ഔട്ട്റീച്ച് മിനിസ്ട്രിയിൽ നിന്ന്, നമ്മള് വേണ്ടപ്പെട്ടവരിൽ നിന്ന് അത് ദൈവം വിളിച്ചു വേർതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തിന്റെ വേലക്കാരോ ചുരുക്കം, കൊയ്ത്ത് അധികമുണ്ട്. ആ കൊയ്ത്തിന് വേണ്ടി അവരെയും കൂടെ ഒരുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഒരുങ്ങണം. ഈ വചനഭാഗം നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീശുമുറത്തിൽ നമുക്ക് കയറാൻ ദൈവം ഒരു ചാൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ വീശുമുറത്തിൽ തന്നെ കിടന്നോണം. അതിൽ നിന്ന് ചാടിപ്പോവാൻ നോക്കരുത്. അതാണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ പതിരിന്റെ കൂടെ പെട്ട് തീയിലോട്ട് ഇട്ട് ചുട്ട് കളയത്തേ ഉള്ളൂ. അല്ല, നമ്മൾ വീശുമുറത്തിൽ തന്നെ കിടക്കുവാണെങ്കിൽ ആ പതിര് മാറ്റേണ്ട പ്രോസസ്സ് ദൈവം കറക്റ്റ് ടൈം ആകുമ്പോൾ ചെയ്യും. എല്ലാം റൈറ്റ് ടൈമിലാണ് ദൈവം ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്ന സമയമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു എന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ സമയം നമ്മുടെ സമയമല്ല. നമ്മൾ വിചാരിക്കുന്ന സമയം പോലെ, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലെ എല്ലാം നടക്കണമെന്ന് അങ്ങനെ വരത്തില്ല. കാരണം ദൈവത്തിന് അറിയാം ഏത് സമയത്ത് നൽകണം, എന്നാലാണ് അവര് വിശ്വാസ ജീവിതം പിടിവിടാതെ നിൽക്കുന്നത് എന്നുള്ളത് ദൈവത്തിന് നല്ല വ്യക്തമായിട്ട്. നമ്മുടെ ബലഹീനത, നമ്മുടെ കഷ്ടത, നമ്മുടെ ദുഃഖം, നമ്മുടെ ഹൃദയം എല്ലാം തൂക്കി നോക്കുന്നവനായ കർത്താവിന് അറിയാം അത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന്. ആ ഒരു കർത്താവിന്റെ ടൈമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ആ മുറത്തിന്റെ കൺട്രോളിൽ നമ്മൾ നിന്നുകൊണ്ട്, ആമേൻ, സ്തോത്രം, മുറത്തിന്റെ കൺട്രോളിൽ നമ്മൾ നിന്ന്, കർത്താവിന്റെ 2 കരത്തിന്റെ കൺട്രോളിലാണ് നമ്മൾ നിൽക്കുന്നത് മുറത്തിൽ കിടക്കുമ്പോൾ അല്ലെ. അതിൽ നിന്ന് ചാടി പോകാനായിട്ട് പലപ്പോഴും നമുക്ക് പ്രവണത വരും. അതാണ് പിശാചിന്റെ തന്ത്രം. പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിന്ന് ആ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടുമാറാതെ, ദൈവത്തിന്റെ സന്നിധിയിൽ വിട്ടുമാറാതെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ ദൈവത്തെ സേവിപ്പാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം ഇത് ശ്രവിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് സമയം തന്ന ബിൻ ബ്രദറിനോടും ഈ മിനിസ്ട്രിയിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഞാൻ ദൈവനാമത്തിൽ നന്ദിയും സ്നേഹവും വന്ദനവും എല്ലാം അറിയിക്കുന്നു. താങ്ക് യു.